ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓയിൽ പാസൽസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രോയിങ് ആണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വരച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റിലെ ക്രയോൺസ് വാങ്ങിച്ചു കൊടുക്കത്തില്ലേ, നമുക്കതിനും പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മീഡിയമാണ് ഓയിൽ പാസൽസ് എന്ന് പറയുന്നത്. കാരണം ഇതിലെ കളേഴ്സൊക്കെ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആണ്, ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു മീഡിയമാണ് ഓയിൽ പാസൽ എന്ന് പറയുന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടും. നമ്മൾ ഓയിൽ പാസൽസ് വെച്ചിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരച്ച് തുടങ്ങാനായിട്ട് കുറച്ചും കൂടെ കോൺഫിഡൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും. നമസ്കാരം, ചിത്രയാണ്. വെൽക്കം ടു മൈ ആർട്ട് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓയിൽ പാസൽസ് വെച്ചിട്ടൊരു ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും കൂടി ചെയ്യാൻ പറ്റുന്നൊരു ഡ്രോയിങ് ആണ് ഓയിൽ പാസൽസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, വരയ്ക്കാൻ ഇഷ്ടമാണ്, പക്ഷെ മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോടൊപ്പം ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഓയിൽ പാസൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ പാസൽ ഇതാണ്. ക്യാമൽ എന്ന ബ്രാൻഡിൻ്റെ 25 ഷെയ്ഡ്സിൽ ഓയിൽ പാസലാണ്. ഇതിനൊരു 110 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഇല്ലാണ്ട് കുറഞ്ഞ ഷെയ്ഡ്സിലുള്ള ഒരു 12 ഷെയ്ഡ്സൊക്കെ വരുന്ന ഓയിൽ പാസൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഐവറി ഷീറ്റാണ് എടുത്തേക്കുന്നത് നമുക്ക് ചെയ്യാനായിട്ട്. ഇതല്ലാണ്ട് നമുക്ക് നോർമൽ A4 ഷീറ്റിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. അതിലും നല്ലതുപോലെ ബ്ലെൻഡ് ആകും. നമുക്ക് എല്ലാ പേപ്പറിലും എല്ലാ സർഫസിലും നല്ലതുപോലെ ബ്ലെൻഡ് ആകുന്ന ഒരു മീഡിയമാണ് ഓയിൽ പാസൽ എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പിക്ചർ വരയ്ക്കുന്നതിൻ്റെ ഔട്ട്ലൈന് മാക്സിമം നമ്മൾ ഓയിൽ പാസൽ വെച്ചിട്ട് തന്നെ കൊടുക്കാൻ നമുക്ക് പറ്റും. ഇതിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. അല്ല നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലെൻഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നമുക്ക് ആ ഗ്രാഫൈറ്റിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ വളരെ ലൈറ്റായിട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സീനറിയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ പാസൽ വെച്ചിട്ട് തന്നെ നമുക്കതിൽ ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡിൽ നിന്നും ഡാർക്ക് ഷെയ്ഡിലോട്ട് വേണം കളർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസിഷൻ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മളങ്ങനെ ലൈറ്റിൽ നിന്നും ഡാർക്കിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും പിക്ചറിനൊരു എഫക്റ്റ് കിട്ടുന്നത്. നമ്മൾ ആ കളർ ട്രാൻസിഷൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. പിന്നെ നമ്മൾ കളർ മാക്സിമം പേപ്പറിൽ നമ്മൾ കളർ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിലേ നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പേപ്പറിൽ ഫുള്ളായിട്ട് നമ്മൾ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് സോഫ്റ്റ് ടിഷ്യൂ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇല്ലാണ്ട് നമുക്ക് ഒരുപാട് ഏരിയയൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നീ സോഫ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ചെറിയ പോർഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടൺ ബഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ കോട്ടൺ ബഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ സോഫ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. രണ്ടായാലും നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് ഏരിയ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത്.
പിന്നെ നമ്മൾ ഓയിൽ പാസ്റ്റൽ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ നമ്മളൊരു പേപ്പർ വെച്ചിട്ട് വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ടുള്ളത്. ഇത് പെട്ടെന്ന് നമുക്ക് സർഫസിലൊക്കെ നമ്മുടെ കയ്യിൽ നമ്മളിത് വരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലാകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ മുകളിലായിട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ നമ്മുടെ പിക്ചർ കുറച്ചും കൂടി നീറ്റായിട്ടിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സ് ആൻഡ് ഡ്രോയിങ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.